ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തോരൻ എന്ന് പറയുന്നത് പച്ചക്കായും പച്ചപ്പയറും വെച്ചിട്ടാണ് കേട്ടോ. നേന്ത്രക്കായും പച്ചപ്പയറും വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരൻ. അതിലേക്ക് ഒരു കഷ്ണം സവാളയും 2 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു നുള്ളു കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായും പച്ചപ്പയറും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിലാകുമ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സമയമൊക്കെ വളരെ ലാഭമാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പച്ചപ്പയറും പച്ചക്കായും കട്ട് ചെയ്തിട്ടപ്പോൾ കഴുകി വൃത്തിയാക്കി വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ വാരാൻ വെച്ചപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വെള്ളം അടക്കമാണ് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം വേണ്ട, കാരണം പയറും പച്ചക്കായൊക്കെ പെട്ടെന്ന് വീഴുന്നതാണ് കേട്ടോ. ഒരുപാട് മൂപ്പുള്ള പച്ചക്കായ എടുക്കരുത്, ഇളം മൂപ്പുള്ളത് വേണം എടുക്കാൻ കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു 2 വിസിൽ കൊടുക്കുക. എന്നിട്ട് പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ 3 വിസിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് കയ്യോടെ അങ്ങ് പ്രഷർ കളഞ്ഞ് തുറന്നാൽ മതി. ഞാനിവിടെ 2 വിസിലും കൊടുത്തു, പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പയറും കായൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ പച്ചപ്പയറും പച്ചക്കായും വെച്ചിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.